ആപ്റ്റിറ്റ്യൂഡിൻ്റെ ബാലൻസ് പോർഷനാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ 6 തിങ്കിങ് ഹാറ്റ്സ് അപ്രോച്ചാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് പിയാജെയുടെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നോക്കാം. ഓക്കെ, പിയാജെനെ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്, ജീൻ പിയാജെ അല്ലേ. ജീൻ പിയാജെ പറയുന്നത് നമ്മുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത് കുറേ സ്റ്റേജുകളായിട്ടാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഓരോ സ്റ്റേജായിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജാണ്. ജനിച്ചത് മുതൽ 2 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം ഈ ജനിച്ചത് മുതൽ 2 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന വളർച്ച എന്തായിരിക്കും? ഈ സെൻസറി അല്ലെങ്കിൽ മോട്ടോർ അല്ലേ, നമ്മുടെ ഫിസിക്കൽ ഇതാണ്. കൈ വളരുക, കാല് വളരുക അല്ലേ, അതുപോലെ തന്നെ നടക്കാൻ പഠിക്കുക. കുട്ടി ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ഇതിൽ സെൻസറി ആക്ടിവിറ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. കുട്ടിയുടെ ബുദ്ധി വളർച്ചയേക്കാൾ കൂടുതൽ കുട്ടിയുടെ ശാരീരിക വളർച്ചയായിരിക്കും ഈ ഒരു കാലയളവിൽ ഏറ്റവും കൂടുതലുണ്ടാവുക. സോ ജനിച്ചത് മുതൽ 2 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനെ നമ്മൾ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്നാണ് പറയുന്നത്. ലേൺ അബൌട്ട് ദ വേൾഡ് ത്രൂ സെൻസസ് ആൻഡ് മോട്ടോർ ആക്ഷൻ. കുട്ടി ലോകത്തിനെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ചുറ്റുപാടിനെ മനസ്സിലാക്കുന്നത് ടച്ചിലൂടെ, സെൻസ് ഓർഗൻസിലൂടെ ആയിരിക്കും. കേൾക്കുന്നു, തൊടുന്നു അല്ലേ, രുചിച്ചു നോക്കുന്നു, ഇങ്ങനെയുള്ളതിലൂടെയാണ് കുട്ടി ചുറ്റുപാടിനെ മനസ്സിലാക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജാണ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കാലയളവാണ്. ഓക്കെ, ഇവിടെ കുട്ടി കുറച്ചും കൂടെ ലാംഗ്വേജ്, സിംബോളിക് ആയിട്ടുള്ള തോട്ട്, ലാംഗ്വേജ് ഒക്കെ ഉപയോഗിക്കും അല്ലേ. 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടി ലാംഗ്വേജൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാൻ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജാണ്. 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കാലമാണ്. കുട്ടി കുറച്ചൊക്കെ റിയൽ വേൾഡ് സിറ്റുവേഷൻസിലൊക്കെ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്ന ഒരു പീരീഡാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. 11 വയസ്സ് മുതൽ അഡൽട്ട്ഹുഡ് വരെയാണ്. ഒരു തവണ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയായിരുന്നു: ടീനേജിൽ വരുന്ന ഒരു കുട്ടി ഇതിനകത്ത് പിയാജെയുടെ ഏത് കാറ്റഗറിയിൽ വരുന്നു? ടീനേജ് എന്ന് പറയുമ്പോൾ ടീനാണ് അല്ലേ. 13 മുതലുള്ള ഏജിനെയാണ്, 13 to 19 ആണ് നമ്മൾ ടീനേജ് എന്ന് പറയുക അല്ലേ. 13 to 19. അപ്പോൾ ആ ഒരു കാലയളവ് എവിടെയാണ് വരുന്നത്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ടീനേജ് എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ടീനേജൊക്കെ വരുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. 11 വയസ്സ് മുതൽ അഡൽട്ട്ഹുഡ് വരെയുള്ള കാലയളവാണ് ഫോർമൽ ഓപ്പറേഷണൽ. ഇവിടെ കുട്ടി കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലം, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവ് കൺസിഡർ ചെയ്യാൻ പഠിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഏത് സ്റ്റേജിലാണ്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പിയാജെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ആണ് പറഞ്ഞത് 4 സ്റ്റേജിലൂടെയാണെന്ന് മനസ്സിലാക്കി. ഓക്കെ, അടുത്തത് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ ആണ്. ഇതും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ടേം ആയിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് പിക്ക് ചെയ്തത്. ഓക്കെ, പ്ലാൻ ഓർ പ്രോഗ്രാം ഡെവലപ്പ് ടു എൻഷുവർ ദാറ്റ് എ ചൈൽഡ് വിത്ത് disability attending an elementary or secondary educational institution receives specialized instruction. ഏതെങ്കിലും പരിമിതിയുള്ള കുട്ടികൾ അല്ലേ, ഇപ്പം എന്താണ്, കാഴ്ചക്കുറവോ കേൾവിക്കുറവോ അങ്ങനെ എന്തെങ്കിലും പരിമിതികളുള്ള കുട്ടികൾ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ കുട്ടിക്ക് പ്രത്യേക അറ്റൻഷൻ അല്ലെ, സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുന്ന പ്ലാനിനെ അല്ലെങ്കിൽ പ്രോഗ്രാമിനെയാണ് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ എന്ന് പറയാം. അത്രേ ഉള്ളൂ അത്. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കോപ്പറേറ്റീവ് ലേണിംഗ്. കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? പരസ്പരം കോപ്പറേറ്റ് ചെയ്തിട്ട് പഠനം നടക്കുന്നതാണ് അല്ലേ. അപ്പം ആൻ ഇൻസ്ട്രക്ഷണൽ മെത്തേഡ് ഇൻ വിച്ച് സ്റ്റുഡൻസ് വർക്ക് ഇൻ സ്മോൾ ഗ്രൂപ്പ് അല്ലേ, ചെറിയ ഗ്രൂപ്പുകളായിട്ട് കുട്ടികൾ എന്ത് ചെയ്യുക, പഠിക്കുക. ടു അക്കംപ്ലിഷ് എ കോമൺ ലേണിംഗ് ഗോൾ. അതായത് നമ്മൾ ഇപ്പം ഗ്രൂപ്പ് ആക്ടിവിറ്റി ഒക്കെ കൊടുക്കുന്നത് എവിടെ പറയാൻ പറ്റും? നമുക്ക് കോപ്പറേറ്റീവ് ലേണിങ്ങിൽ പറയാൻ പറ്റും. ഓക്കെ, കോപ്പറേറ്റീവ് ലേണിങ്ങിന് 5 ബേസിക് സ്റ്റെപ്സുകളാണ് ഉള്ളത്. അപ്പോൾ ഇതൊരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കോപ്പറേറ്റീവ് ലേണിങ്ങിൻ്റെ സ്റ്റെപ്സ് അല്ലാത്തത് ഏതാണ് എന്നൊക്കെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ലേണിങ്ങിൻ്റെ സ്റ്റെപ്സ് ഏതാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് കോപ്പറേറ്റീവ് ലേണിങ്ങിൻ്റെ 5 ബേസിക് സ്റ്റെപ്സുകൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് 5 സ്റ്റെപ്സ് എന്ന് നോക്കാം. പോസിറ്റീവ് ഇൻ്റർഡിപ്പെൻഡൻസ്, അതായത് നമ്മളൊരു ഗ്രൂപ്പ് ലേണിംഗ് നടക്കുമ്പോൾ ഒരു പോസിറ്റീവ് ഇൻ്റർഡിപ്പെൻഡൻസ് ഉണ്ടാവണം അല്ലേ. ആ കുട്ടികൾ പരസ്പരം പോസിറ്റീവ്ലി ഇൻ്റർഡിപ്പെൻഡൻ്റ് ആവണം അല്ലേ. നമ്മൾ ആ ഗ്രൂപ്പിലുള്ളവർ തമ്മിലൊരു കെമിസ്ട്രി വേണ്ടേ, അതല്ലാതെ നീ പറയുന്നത് ഞാൻ കേൾക്കില്ല എന്ന് അങ്ങനെ ഒരു റൈവൽറി അവരുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അവിടെ കോപ്പറേറ്റീവ് ലേണിംഗ് സാധ്യമാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് ഇൻ്റർഡിപ്പെൻഡൻസ് കോപ്പറേറ്റീവ് ലേണിങ്ങിൽ മസ്റ്റാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക.
സെക്കൻഡ് ഈസ് ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി. ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി എന്താണ്? നമ്മൾ കൊളാബറേറ്റീവ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും അപ്പോൾ ഇൻഡിവിജ്വലിന് അവിടെ എന്താ പ്രസക്തി ഉള്ളത്, കോപ്പറേറ്റീവ് അല്ല, അപ്പോൾ ഇൻഡിവിജ്വൽ വരില്ലായിരിക്കും എന്ന് ചിന്തിക്കും. പക്ഷേ ഇല്ല, വരും. എന്താണ്? ഓരോ കുട്ടിയും അക്കൗണ്ടബിൾ ആണെങ്കിലാണ് അവിടെ കോപ്പറേറ്റീവ് ലേണിംഗ് ക്ലിയർ ആയിട്ട് നടക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. 5 പേര് ചേർന്നിട്ട് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുവാണ്. അപ്പോൾ അവർ വലിയ ടോപ്പിക്കാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? ഈ 5 പേര് ചേർന്നിട്ട് ഈ ടോപ്പിക്ക് ഡിവൈഡ് ചെയ്തു 5 പേർക്കായിട്ട്. എന്നിട്ട് ഓരോരുത്തരും പറയുകയാണ് ഞാൻ ഈ ടോപ്പിക്ക് പഠിക്കാം, എന്നിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. അപ്പോൾ അവർക്ക് എല്ലാവർക്കും എളുപ്പമായി. ഓരോരുത്തർക്കും ഓരോ ടോപ്പിക്ക് പഠിച്ചാൽ മതി. മറ്റു ടോപ്പിക്ക് ഓരോരുത്തരും പഠിച്ചിട്ട് അവർ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചു തരും അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഓരോരുത്തരും അക്കൗണ്ടബിൾ, ഓരോരുത്തരും എന്താണ് കറക്റ്റായിട്ട് കൃത്യതയോട് കൂടിയിട്ട് അത് പഠിച്ചാലാണ് അവർക്ക് എൻഡ് റിസൾട്ട് കറക്റ്റായിട്ട് വരുള്ളൂ. ഇതിനകത്ത് ഏതെങ്കിലും ഒരാൾ കൃത്യമായി ചെയ്തില്ലെങ്കിൽ അത് ആ ബാക്കി 4 പേരെയും ബാധിക്കും അല്ലേ. അപ്പോൾ ഇൻഡിവിജ്വൽ എപ്പോഴും അക്കൗണ്ടബിൾ ആയിരിക്കണം കോപ്പറേറ്റീവ് ലേണിങ്ങിൽ. കാരണം എല്ലാവരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ലേണിംഗ് അവിടെ നടക്കുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിൽ എല്ലാവർക്കും റോൾ ഉണ്ട്. അപ്പോൾ ഒരാൾ എന്തെങ്കിലും തെറ്റ് വരുത്തി കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിനെ അത് കംപ്ലീറ്റ് ആയിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി മസ്റ്റ് ആണെന്നുള്ളത് ഓർക്കുക. അപ്പോൾ പോസിറ്റീവ് ഇൻ്റർഡിപ്പെൻഡൻസ് വേണം, ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി വേണം എന്നുള്ള കാര്യവും ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഗ്രൂപ്പ് പ്രോസസ്സിങ് അല്ലേ. അവിടെ ഇഫക്റ്റീവായിട്ട് നടക്കണമെങ്കിൽ എന്താണ്? ഗ്രൂപ്പ് പ്രോസസ്സിങ് ഉണ്ടായിരിക്കണം അല്ലേ. ഓരോ മെമ്പറും എന്ത് ചെയ്യണം? കോൺട്രിബ്യൂട്ട് ചെയ്യണം അല്ലേ. ഇപ്പോൾ 5 പേരുണ്ടെങ്കിൽ 5 പേരും കോൺട്രിബ്യൂട്ട് ചെയ്യണം, അതാണ് അവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, അതായത് 5 പേര് കോൺട്രിബ്യൂട്ട് ചെയ്താലല്ലേ ആ കോപ്പറേറ്റീവ് ലേണിംഗ് സക്സസ്ഫുൾ ആയിട്ട് വരുള്ളൂ. ഇനി ഇൻ്റർപേഴ്സണൽ ആൻഡ് സോഷ്യൽ സ്കിൽസ്. ഇൻ്റർപേഴ്സണൽ സ്കില്ലും സോഷ്യൽ സ്കില്ലും നിർബന്ധമായിട്ടും വേണം. ഞാൻ തനിയെ പഠിക്കുവാണെങ്കിൽ എനിക്ക് ഇൻ്റർപേഴ്സണലോ സോഷ്യൽ സ്കില്ലോ ആവശ്യമില്ല. പക്ഷേ കോപ്പറേറ്റീവ് ലേണിംഗ് ആണ്, ഞാൻ ഗ്രൂപ്പായിട്ടാണ്. അപ്പോൾ എന്തായിരിക്കും? ഇൻ്റർപേഴ്സണലും സോഷ്യൽ സ്കില്ലും ഒക്കെ നിർബന്ധമാണ്. ഇനി പ്രൊമോട്ടീവ് ഇൻ്ററാക്ഷൻ. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇൻട്രാക്ഷൻ അല്ലേ. മറ്റൊരാൾ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് അങ്ങനെ പരസ്പരം ഒരു എന്താണ് പോസിറ്റീവ് ഇൻ്റർഡിപ്പെൻഡൻസിൻ്റെ വേറൊരു എക്സ്റ്റൻഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് പ്രോസസ്സിങ്, ഇൻ്റർപേഴ്സണൽ ആൻഡ് സോഷ്യൽ സ്കിൽസ്, പ്രൊമോട്ടീവ് ഇൻട്രാക്ഷൻ, ഈ 5 കാര്യങ്ങൾ എന്തിനു വേണം? കോപ്പറേറ്റീവ് ലേണിങ്ങിന് വേണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്തത് സ്റ്റേഷൻ ടീച്ചിങ് ആണ്. ഇങ്ങനെയുള്ള ടേമുകളൊക്കെ പല പല ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്, അതാണ് ഞാൻ പിക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലാസ് റൂം ഇസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ലേണിംഗ് സ്റ്റേഷൻസ്, ഈച്ച് ഫോക്കസിങ് ഓൺ എ സ്പെസിഫിക് ടാസ്ക് ഓർ ടോപ്പിക്. അതായത് ക്ലാസ് റൂമിനെ മൊത്തത്തിൽ ഡിഫറെൻറ്റ് സ്റ്റേഷനുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. ഓരോ സ്റ്റേഷനും എന്തായിരിക്കും? ഓരോ സ്പെസിഫിക് ടാസ്കോ ടോപ്പിക്കോ ആയിരിക്കും. സ്റ്റുഡൻസ് റൊട്ടേറ്റ് ത്രൂ ദീസ് സ്റ്റേഷൻസ്. കുട്ടികൾക്ക് എന്താണ്? ഓരോ സ്റ്റേഷനും നമ്മൾ ബെഞ്ച് റൊട്ടേഷനൊക്കെ ഉള്ള പോലെ തന്നെ മൊത്തം ക്ലാസ്സിനെ സ്റ്റേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ ഓരോ സ്റ്റേഷൻസിലും ഓരോ ടോപ്പിക് ആയിരിക്കും. കുട്ടികൾ ഈ ടോപ്പിക്ക് റൊട്ടേറ്റ് ചെയ്ത് വരികയും ചെയ്യും. ഓക്കെ, ഇനി 2 or more ടീച്ചേഴ്സ് കൊളാബറേറ്റ് ടു ഫെസിലിറ്റേറ്റ് ദിസ് മോഡൽ. ഇവിടെ 2 or അതിലധികം ടീച്ചേഴ്സ് എന്ത് ചെയ്യും? കൊളാബറേറ്റ് ചെയ്യും. 2 ടീച്ചേഴ്സ് ഒരുമിച്ച് പഠിപ്പിക്കും എന്നല്ല പറഞ്ഞത്. അതായത് 2 or 3 ടീച്ചേഴ്സ് ഉണ്ടാവും. എന്നിട്ട് ഏതാണോ ഓരോ ടീച്ചറിനും ഓരോ ഏരിയകൾ കൊടുക്കും അല്ലേ. അവർക്ക് ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്ന ഏരിയ ആ ഓരോരോ ടീച്ചേഴ്സിന് കൊടുക്കും. അങ്ങനെ 2 or 3 ടീച്ചേഴ്സ് ചേർന്നിട്ടായിരിക്കും ഇവിടെ എന്താണ് ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്. ഓക്കെ, ഈച്ച് ടീച്ചർ ടീച്ചേഴ്സ് എ പാർട്ട് ഓഫ് ദി ലെസൺ ടു ദെയർ ഗ്രൂപ്പ്. ഓരോ ടീച്ചറും എന്താണ് ഓരോ പാർട്ടായിരിക്കും അല്ലേ. ലെസണിൻ്റെ ഓരോ പാർട്ട് ഓരോ ടീച്ചറായിരിക്കും പഠിപ്പിക്കുന്നത്. നമ്മൾ സാധാരണ ഒരു ലെസൺ കംപ്ലീറ്റ് ഒരു ടീച്ചറല്ലേ പഠിപ്പിക്കുന്നത്. പക്ഷേ സ്റ്റേഷൻ ടീച്ചിങ്ങിൽ ഓരോ ടോപ്പിക്ക് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ടോപ്പിക്കും ഓരോ ടീച്ചറായിരിക്കും പഠിപ്പിക്കുന്നത്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ഈസ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഗ്രൂപ്പ്സ്. ഇതും പ്രീവിയസ് ഇയറിൽ കണ്ടിട്ടുള്ളതാണ്. കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് നടക്കുന്ന പല തരത്തിലാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ക്ലീക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്. ഇത് ചെറിയ ഗ്രൂപ്പാണ്. അതായത് ഇപ്പം 2 or 3 സുഹൃത്തുക്കൾ ചേരുന്ന ഗ്രൂപ്പ്. ആ ഗ്രൂപ്പും ആ കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യില്ലേ. ഇനി ഈ ക്ലീക്ക് എന്ന് പറയുന്നത് ക്ലോസ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ബുള്ളി ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ദേ ആർ വെൽ നോൺ ഫോർ എക്സ്പ്ലോയിറ്റിംഗ് ദെയർ പെർസീവ്ഡ് പവർ ടു ഹാം ഓർ ബുള്ളി അതേഴ്സ്. അതായത് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനല്ലേ പരസ്പരം ബുള്ളി ചെയ്യാനും കളിയാക്കാനും അടിക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ ക്ലീക്സ് എന്ന് പറയുക. ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സ് ചേരുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ ക്ലീക്സ് എന്ന് പറയുക. ഓക്കെ, ഇനി ക്രൗഡ് എന്ന് പറഞ്ഞാലോ കുറച്ചും കൂടെ വലിയ ഗ്രൂപ്പാണ് അല്ലേ, ലെസ് ഇൻറ്റിമേറ്റ്. അതായത് ഇപ്പം ക്ലീക്സിൽ നമ്മൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ, ക്രൗഡ് എന്ന് പറയുമ്പോഴോ ലെസ് ഇൻറ്റിമേറ്റ് ആണ്, മോർ ലൂസ്ലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പാണ്. ദേ ഹെൽപ്സ് ടു എസ്റ്റാബ്ലിഷ് ദെയർ സെൻസ് ഓഫ് സെൽഫ് ആൻഡ്
ഹെൽപ്പ് ടു ഷേപ്പ് സോഷ്യൽ ഇൻട്രാക്ഷൻ. സോഷ്യൽ ഇൻട്രാക്ഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന ക്രൗഡായിരിക്കും. ക്ലീക്കിൻ്റെ ഇടയിൽ നമുക്ക് സോഷ്യൽ ഇൻട്രാക്ഷന് പോസിബിലിറ്റി ഒന്നുമില്ല, കാരണം നമ്മുടെ നല്ല സുഹൃത്തുക്കളല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ സോഷ്യൽ ഇൻട്രാക്ഷൻ മെച്ചപ്പെടുകയൊന്നുമില്ല, കാരണം നമ്മുടെ നല്ല സുഹൃത്തുക്കളുടെ ഇടയിൽ നമുക്ക് എന്തും പറയാനുള്ള എന്തുണ്ട് ഒരു ഫ്രീഡം ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ ഇൻട്രാക്ഷൻ സ്കില്ലൊന്നും ഡെവലപ്പ് ആവില്ല. പക്ഷേ ക്രൗഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വലിയ ഗ്രൂപ്പാണ്, അവിടെ നമ്മൾ അത്ര കംഫർട്ടബിൾ അല്ല. അപ്പോൾ ആ ഗ്രൂപ്പിൽ നമ്മൾ കുറേ ദിവസം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മുടെ സോഷ്യൽ ഇൻട്രാക്ഷൻ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ആവും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഐഡൻറ്റിറ്റി. General sense of oneself along with all their beliefs, emotions and attitudes. A person's identity provides them a sense of community. ഒരാളുടെ ഐഡൻറ്റിറ്റി അയാൾക്കൊരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി കൊടുക്കും ഇൻ ഗ്രൂപ്പ് ഓഫ് അതേഴ്സ് ഹു ഷെയർ ദെയർ ഐഡൻറ്റിറ്റി. അതായത് അവരുടെ അതേ ഐഡൻറ്റിറ്റി ഉള്ള ആളുകളുടെ ഇടയിൽ അവർക്കൊരു കമ്മ്യൂണിറ്റി ഫീലിംഗ് ഉണ്ടാവും. അതായത് ഇപ്പോൾ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഉള്ള ഒരാളെ കാണുന്ന സമയത്ത് എനിക്കൊരു കമ്മ്യൂണിറ്റി ഫീലിംഗ് തോന്നും. അതാണ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഇതെന്താണ്, ഒരു കുട്ടി കുറച്ച് കഴിയുമ്പോഴാണ് ഇതൊക്കെ രൂപാന്തരപ്പെട്ട് വരുന്നത് അല്ലേ. ഇപ്പോൾ എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടെന്നുള്ള തിരിച്ചറിവും എൻ്റെ അതേപോലത്തെ ഐഡൻറ്റിറ്റി ഉള്ള ഒരാൾ അവിടെ ഉണ്ടെന്ന് അറിയുമ്പോൾ നമുക്കൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെയല്ല നമ്മൾ സുഹൃത്തുക്കളെയൊക്കെ ഉണ്ടാക്കുന്നത്. എൻ്റെ അതേപോലെ ചിന്തിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ എനിക്ക് കൂടെ കൂട്ടാൻ പറ്റുന്ന ആളാണെന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടാവുന്നതാണ്. ഓക്കെ, മൊറട്ടോറിയം എന്ന് പറയുന്നത് എക്സ്പ്ലോറേഷൻ വിത്ത് എ ഡിലേ ഇൻ കമ്മിറ്റ്മെൻറ്റ് ടു പേഴ്സണൽ ആൻഡ് ഒക്യുപ്പേഷണൽ ചോയ്സ്. പ്രത്യേകിച്ച് ഒരു കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു റിലേഷനാണ് മൊറട്ടോറിയം എന്ന് പറയുന്നത്. അഡോളസെൻ്റ് പീരീഡിൽ കാണപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് മൊറട്ടോറിയം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത ഒരു ഗ്രൂപ്പാണ് മൊറട്ടോറിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കുറച്ച് ടീച്ചിങ് മോഡലുകൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. TPAC, ടെക്നോളജിക്കൽ പെഡഗോജിക്കൽ കോണ്ടന്റ് നോളജ്. ഇത് ഡെവലപ്പ് ചെയ്തത് മിശ്ര കോഷ്ലർ ആണ് ഇൻ 2006. ഇറ്റ് ഈസ് എ മോഡൽ ഓഫ് തിങ്കിങ് അബൌട്ട് ടീച്ചിങ് നോളജ്. ടീച്ചിങ് നോളജിനെ പറ്റിയിട്ട് പഠിപ്പിക്കുന്ന ഒരു മോഡലാണ് TPAC എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 7 കാര്യങ്ങളാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ടെക്നോളജിക്കൽ നോളജ്, ഒരു ടീച്ചറിന് ടെക്നോളജിക്കൽ നോളജ് ഉണ്ടായിരിക്കണം, കോണ്ടന്റ് നോളജ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ പെഡഗോജിക്കൽ എന്ന് പറയുന്നത് എന്താണ്, ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ടീച്ചിങ് ആണല്ലേ. ഒരു ടീച്ചർക്ക് ടെക്നോളജിക്കൽ നോളജ് ഉണ്ടായിരിക്കണം, കോണ്ടന്റ് നോളജ് ഉണ്ടായിരിക്കണം, പിന്നെ ഇതെങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരിക്കണം, അതാണ് പെഡഗോജിക്കൽ നോളജ്. പിന്നെ ബാക്കി വരുന്നത് ഇത് മൂന്നും ചേരുന്നത്, ടെക്നോളജിക്കൽ പെഡഗോജിക്കൽ നോളജ്, കോണ്ടന്റ് നോളജ്, പിന്നെ ടെക്നോളജിക്കലും കോണ്ടന്റ് നോളജും മാത്രം, പെഡഗോജിക്കലും കോണ്ടന്റ് നോളജും, ടെക്നോളജിക്കലും പെഡഗോജിക്കൽ നോളജും, ഇങ്ങനെ 7 രീതിയിൽ കോമ്പിനേഷൻ വരും എന്നുള്ളതാണ്. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, ഒരു തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയോ കണ്ടതാണ്, അതുകൊണ്ട് ഞാനത് ഇൻക്ലൂഡ് ചെയ്തതാണ്. ഓക്കെ, അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഇവാലുവേഷൻ ഓഫ് ടീച്ചിങ് ആണ്. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തു, ഇനി അവരുടെ പഠനം എത്രത്തോളം നല്ലതായിരുന്നു, അല്ലെങ്കിൽ അവരെത്രത്തോളം നന്നായിട്ട് അത് പഠിച്ചിട്ടുണ്ട്, നമ്മൾ പഠിപ്പിച്ചത് അവർക്ക് എത്രത്തോളം നന്നായി മനസ്സിലായിട്ടുണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവാലുവേഷൻ നടത്തുന്നത്. അപ്പോൾ എന്തൊക്കെ തരം ഇവാലുവേഷൻസ് ആണ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇവാലുവേഷൻസിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവാലുവേഷൻ ഫേസ് അനുസരിച്ച് ഏതൊക്കെ സമയത്താണ്, ഏതൊക്കെ ടൈമിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇവാലുവേഷനെ കുറേ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ബേസ്ഡ് ഓൺ ഫേസ് ആണ് പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ ഓർ പ്രീ ഇവാലുവേഷൻ ഓർ ഇനീഷ്യൽ ഇവാലുവേഷൻ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എന്താണ് ഈ പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ്റെ പേർപ്പസ് എന്ന് നോക്കാം. ടു ചെക്ക് എൻട്രി ലെവൽ എലിജിബിലിറ്റി. ഇപ്പോൾ ഒരു എൻട്രൻസ് ടെസ്റ്റ്, അതായത് നമ്മൾ മെഡിസിൻ പഠിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിക്ക് യോഗ്യതയുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, എലിജിബിലിറ്റി അല്ലേ, എൻട്രി ലെവൽ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഇവാലുവേഷനാണ് പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അതായത് MBBS പഠിക്കാൻ ആ കുട്ടി യോഗ്യനാണോ, അല്ലെങ്കിൽ അതിനുള്ള എലിജിബിലിറ്റി ആ കുട്ടിക്കുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റ്. അത്തരത്തിലുള്ള ടെസ്റ്റുകളെയാണ് നമ്മൾ പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ അല്ലെങ്കിൽ പ്രീ ഇവാലുവേഷൻ അഥവാ ഇനീഷ്യൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ നമ്മൾ എപ്പോഴായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്? ടൈം ഓഫ് ഇവാലുവേഷൻ, ബിഫോർ ബിഗിനിങ് ദ കോഴ്സ് അല്ലേ. നമ്മൾ MBBS കോഴ്സ് തുടങ്ങുന്നതിന് മുന്നേ അല്ലേ നമ്മൾ നീറ്റ് എക്സാം നടത്തുന്നത്. അപ്പോൾ നീറ്റ് എക്സാം ഒരു പ്ലേസ്മെൻറ്റ് ഇവാലുവേഷനാണ്. ഇനി ഏതൊക്കെ ഡൊമെയിനുകളാണ്, നമ്മൾ 3 ഡൊമെയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ഒരു കോഴ്സ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ടും ഒരു കോഴ്സ് പഠിച്ചിറങ്ങുമ്പോഴും നമ്മുടെ 3 ഡൊമെയിനും എന്ത് ചെയ്യപ്പെടും? ഇവാലുവേറ്റ് ചെയ്യപ്പെടും എന്നുള്ള കാര്യം ഓർക്കാം. അപ്പോൾ കോഗ്നിറ്റീവും സൈക്കോമോട്ടോറും അഫക്റ്റീവ് ഡൊമെയിനും എന്ത് ചെയ്യപ്പെടും? ഇവാലുവേറ്റ് ചെയ്യപ്പെടും എന്നോർത്തിരിക്കാം. അപ്പോൾ
ഇവിടെ കോഗ്നിറ്റീവും സൈക്കോമോട്ടോറും നമുക്ക് എന്തിൽ മെഷർ ചെയ്യാൻ പറ്റും? നമ്പറിൻ്റെ രൂപത്തിൽ മെഷർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് പറയാം. ഓക്കെ, നമ്പറിൻ്റെ രൂപത്തിൽ. ഇനി അഫക്റ്റീവ് എന്ന് പറയുമ്പോൾ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ആണ് അല്ലേ. ഫീലിങ്സിനെ ഇമോഷൻസിനെ നമുക്ക് നമ്പറിൻ്റെ രൂപത്തിൽ മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് മെത്തേഡായിരിക്കും? ക്വാളിറ്റേറ്റീവ് മെത്തേഡായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അഫക്റ്റീവ് ഡൊമെയിനും കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവ് ടെക്നീക്കും നമ്മൾ ഉപയോഗിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി റിപ്പോർട്ട് കാർഡ്. ഒരു പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ നടത്തി കഴിഞ്ഞാൽ എന്ത് റിപ്പോർട്ട് കാർഡ് ആയിരിക്കും കൊടുക്കുന്നത്? ഈതർ സെലക്റ്റഡ് ഓർ റിജക്റ്റഡ്. ഇത്രയും ഓക്കെ ആണല്ലോ. അപ്പോൾ പ്ലേസ്മെൻറ്റ് ഓർ പ്രീ ഇവാലുവേഷൻ ഓർ ഇനീഷ്യൽ ഇവാലുവേഷൻ എന്നുള്ള ഇവാലുവേഷൻ ടെക്നീക്കാണ് നമ്മൾ കോഴ്സ് തുടങ്ങുന്നതിന് മുന്നേ കണ്ടക്ട് ചെയ്യുന്നതാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. രണ്ടാമത്തെ ഇവാലുവേഷനാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഓർ ഇൻറ്റേർണൽ ഇവാലുവേഷൻ. നമ്മൾ ഇൻറ്റേർണൽ എക്സാം ഒക്കെ നടത്തില്ലേ? എന്തിനാണ് ഇൻറ്റേർണൽ എക്സാം നടത്തുന്നത് അല്ലെങ്കിൽ ഫോർമേറ്റീവ് ഇവാലുവേഷൻ നടത്തുന്നത്? അതിൻ്റെ പർപ്പസ് എന്താണ്? ഐഡൻറ്റിഫൈ പ്രോബ്ലംസ് ഇൻ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. അതായത് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ എന്തെങ്കിലും പ്രശ്നം നടന്നിട്ടുണ്ടോ? ഇപ്പോൾ ടെസ്റ്റ് പേപ്പർ, ടീച്ചർ ഒരു ചാപ്റ്റർ പഠിപ്പിച്ച് കഴിയുമ്പോൾ ഒരു ടെസ്റ്റ് പേപ്പർ കണ്ടക്ട് ചെയ്യും. അതൊക്കെ ഫോർമേറ്റീവ് ഇവാലുവേഷനാണ്. എന്തിനാണ്? ആ ചാപ്റ്റർ പഠിപ്പിച്ചത് മനസ്സിലായോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ ടെസ്റ്റ് പേപ്പർ കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുട്ടികളത് പഠിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എപ്പോഴായിരിക്കും ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എപ്പോഴായിരിക്കും ഫോർമേറ്റീവ് ഇവാലുവേഷൻ നടത്തുന്നത്? ഡ്യൂറിങ് ദ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചെക്ക് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ കോഴ്സിനിടയിലാണ് നമ്മളിത് ഇവാലുവേറ്റ് ചെയ്യുന്നത്, ഡ്യൂറിങ് ദ കോഴ്സ്. ഏതൊക്കെ ഡൊമെയിൻ ആയിരിക്കും? കോഗ്നിറ്റീവും സൈക്കോമോട്ടോറും. അവിടെ അഫക്റ്റീവ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഇനി ഏത് ടെക്നീക്കായിരിക്കും? കോഗ്നിറ്റീവും സൈക്കോമോട്ടോറും മാത്രം ആയതുകൊണ്ട് ക്വാണ്ടിറ്റേറ്റീവ്. ഇവിടെ റിപ്പോർട്ട് ഗ്രേഡഡ് ഒന്നും ആയിരിക്കില്ല. അതായത് നമ്മളിവിടെ ഗ്രേഡ് ഇപ്പോൾ മാർക്കും ഇതൊക്കെ കൊടുക്കുമെങ്കിലും നമ്മൾ A+ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്താണ് ഇൻറ്റേർണൽ എക്സാമിനും അതുപോലെ തന്നെ ഇതിനൊന്നും നമ്മൾ പ്രോഗ്രസ് കാർഡും ഗ്രേഡ് കാർഡും ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂണിവേഴ്സിറ്റി തരില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് ഗ്രേഡഡ് ഒന്നും ആയിരിക്കില്ല. ഓക്കെ, അടുത്തതാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ ഓർ എക്സ്റ്റേണൽ ഇവാലുവേഷൻ കോഴ്സ് കഴിയുമ്പോൾ. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ പേർപ്പസ്? എന്താണോ ഒരു കോഴ്സ് തുടങ്ങിയപ്പോൾ ഒരു സെമസ്റ്റർ എൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കോഴ്സ് എൻഡ് ചെയ്യുമ്പോഴൊക്കെ ഓക്കെ, എന്താണോ ഒരു കോഴ്സ് ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നത് ആ ലക്ഷ്യം നേടിയോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു സെമസ്റ്റർ തീരുമ്പോൾ എക്സാം നടത്തും. അപ്പോൾ ഒരു സെമസ്റ്ററിൽ ഒരു ലക്ഷ്യമുണ്ട്, ഈ സെമസ്റ്ററിൻ്റെ എയിമും ഒബ്ജക്റ്റീവും ഒക്കെ അത് മീറ്റ് ചെയ്തോന്നാണ് ആ സെമസ്റ്റർ എക്സാമിലൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടൈം എപ്പോഴായിരിക്കും? കോഴ്സ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ടേം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സെമസ്റ്റർ കഴിയുമ്പോൾ. ഏതൊക്കെ ഡൊമെയിനായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞു 3 ഡൊമെയിനും ചെക്ക് ചെയ്യും അല്ലേ തീരുമ്പോഴും. കോഗ്നിറ്റീവ്, സൈക്കോമോട്ടോർ, എഫക്റ്റീവ്. ഇത് 3 ഉള്ളത് കൊണ്ട് ഏതൊക്കെ ടെക്നീക്ക് ഉപയോഗിക്കും? ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും. ഇനി ഇതിൻ്റെ റിപ്പോർട്ട് എന്തായിരിക്കും? ഗ്രേഡഡ് ആയിരിക്കും. പിന്നെ സമ്മേറ്റീവ് അസസ്മെൻറ്റിൻ്റെ പ്രൊപ്പോണൻ്റ് പോൾ ബ്ലാക്ക് ആണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ആണ്. നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഡയഗ്നോസ് ചെയ്തു എന്നൊക്കെ പറയില്ലേ. ഡയഗ്നോസിസ് എന്താണ്? നമുക്ക് പനി വന്നു, അപ്പോൾ നമുക്ക് പനി വന്നു എന്ന് മനസ്സിലായി, എന്തുകൊണ്ട് പനി വന്നു എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഫോർമേറ്റീവ് ഇവാലുവേഷൻ നടത്തി, പഠനത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയാൻ. പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എന്താണ് ആ പ്രശ്നം എന്ന് മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ അതിനു വേണ്ടി നടത്തുന്ന പ്രത്യേക ടെസ്റ്റാണ് എന്ത്? ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ടെസ്റ്റ് പേപ്പർ നടത്തി അല്ലേ. ടെസ്റ്റ് പേപ്പർ നടത്തി കഴിഞ്ഞപ്പോൾ ഒരു 10 കുട്ടികൾ ഫെയിലായി, അല്ലെങ്കിൽ 10 കുട്ടികൾക്ക് ഒട്ടും സ്കോറില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ 10 കുട്ടികൾക്ക് എന്തുകൊണ്ട് സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. അതിനെയാണ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറയാം. അപ്പോൾ എന്തിനായിരിക്കും? എന്താണ് ലേണിങ്ങിലെ പ്രോബ്ലം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഇവാലുവേഷനാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴായിരിക്കും? ടൈം എപ്പോഴായിരിക്കും? കോഴ്സ് കഴിഞ്ഞിട്ട് എന്തായിരുന്നു കാരണം എന്ന് അറിഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ എന്തായിരിക്കും? ഡ്യൂറിങ് ദ കോഴ്സ്. ഇനി ഏതൊക്കെ ഡൊമെയിനാണ് ഇവാലുവേറ്റ് ചെയ്യുക? അഫക്റ്റീവ് ഡൊമെയിൻ മാത്രമാണ്. കാരണം നമ്മൾ സൈക്കോമോട്ടോറും കോഗ്നിറ്റീവ് ഒന്നും വേണ്ട, കാരണം ഓൾറെഡി നമ്മൾ ഫോർമേറ്റീവ് ഇവാലുവേഷനിൽ അതൊക്കെ ടെസ്റ്റ് ചെയ്തു. ഇനി എന്താണ്? എന്തുകൊണ്ടാണ്? ഫീലിങ്സ്, ഇമോഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അഫക്റ്റീവ് ഡൊമെയിനാണ്. അപ്പോൾ ഏത് ടെക്നീക്കായിരിക്കും? അഫക്റ്റീവ് മാത്രം ഉണ്ടായതുകൊണ്ട് ക്വാളിറ്റേറ്റീവ്. ഇനി റിപ്പോർട്ട് എത്തരത്തിലുള്ള റിപ്പോർട്ടായിരിക്കും? അനക്ഡോട്ടൽ. എന്താണ് ഈ അനക്ഡോട്ടൽ എന്ന് പറയുന്നത്? ഒരു സെൻറ്റൻസ് പോലെ അവിടെ
ഗുഡ് ബാഡ് അങ്ങനെയൊന്നും ആയിരിക്കില്ല. എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഇത് സംഭവിച്ചത് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ റിപ്പോർട്ട് എന്തായിരിക്കും? അനക്ഡോട്ടൽ ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അതായത് ഒരു സെൻറ്റൻസിൻ്റെ രൂപത്തിലായിരിക്കും ആ റിപ്പോർട്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി റഫറൻസ് അനുസരിച്ചിട്ട് നമുക്ക് ഇവാലുവേഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ക്രൈറ്റീരിയൻ റഫറൻസ്ഡും നോം റഫറൻസ്ഡും. രണ്ടും സിമ്പിളാണ്, ഓർത്ത് കണക്ട് ചെയ്ത് മനസ്സിലാക്കാം. അതായത് ഞാൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒരു ക്രൈറ്റീരിയ വെക്കുക. 75% മുകളിൽ മാർക്കുള്ളവരെല്ലാം പാസ്സായി, അല്ലെങ്കിൽ 18 മാർക്കിന് മുകളിലുള്ളവരെല്ലാവരും പാസ്സായി. അപ്പോൾ ഒരാൾക്ക് 18 കിട്ടി, ഒരാൾക്ക് 19 കിട്ടി, ഒരാൾക്ക് 50-ൽ 50 കിട്ടി. എല്ലാവരും പാസ്സായി അല്ലേ? 18 മുകളിൽ ആര് കിട്ടിക്കഴിഞ്ഞാൽ അവർ പാസ്സായി. അതാണ് ക്രൈറ്റീരിയൻ റഫറൻസ്ഡ്. നോം റഫറൻസ്ഡോ, അതായത് ഏറ്റവും ടോപ്പ് കിട്ടിയ കുട്ടിയുടെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ പാസ്സായോ ഇല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അതാണ് നോം റഫറൻസ്ഡ്. നെറ്റിലൊക്കെ അങ്ങനെയാണ് അല്ലേ? നെറ്റിൻ്റെ എക്സാമിന് നമ്മൾ പേഴ്സൻറ്റൈൽ അങ്ങനെയാണ്. ഏറ്റവും ടോപ്പ് കിട്ടിയ കുട്ടിയുടെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ അത് ക്ലിയർ ചെയ്തോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അതല്ലാതെ ഒരു കട്ട് ഓഫ് വെച്ചിട്ട് ഇതിന് മുകളിലുള്ളവർക്ക് എല്ലാവർക്കും നെറ്റ്, അല്ലെങ്കിൽ ഇതിന് മുകളിലുള്ളവർക്ക് എല്ലാവർക്കും JRF, അങ്ങനെയല്ല. ഓക്കെ, ഏറ്റവും ടോപ്പ് കിട്ടിയ കുട്ടിയുടെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എത്ര പേർക്ക് നെറ്റ് കിട്ടുമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അത് നോം റഫറൻസ്ഡ് ആണ്. മറ്റേത് എന്താണ്? ക്രൈറ്റീരിയൻ റഫറൻസ്ഡ് ആണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും ഇവാലുവേഷൻ ടെക്നീക്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാനുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു. സ്റ്റേ ട്യൂൺഡ്.